മൈഫിൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ഓണം സ്പെഷ്യലാക്കാനായിട്ട് എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംതിങ് സ്പെഷ്യൽ തന്നെയാണ്. അതായത് ബേസിക്കലി ഒരു നർത്തകിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജി അരവിന്ദൻ്റെ മാറാട്ടം എന്ന് പറയുന്ന സിനിമയിലൂടെ കാവൂട്ടി എന്ന കഥാപാത്രമായിട്ട് അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് സർഗത്തിലെ സുഭദ്ര തമ്പുരാട്ടിയായി മലയാളി മനസ്സുകളിൽ ചേക്കേറി 100ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. പിന്നീട് കൂടുതൽ നമ്മളോട് അടുത്തത് സീരിയലുകളിലൂടെയാണ്. നമ്മുടെയൊക്കെ വിരുന്നുമുറിയിൽ അമ്മയായും ഭാര്യയായും ഒക്കെ ഒരുപാട് വേഷങ്ങൾ ചെയ്ത്. പക്ഷേ അതിലും കൂടുതൽ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇരിക്കാൻ കുറച്ച് സംതിങ് സ്പെഷ്യൽ ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ബിസിനസ് വുമൺ കൂടിയാണ്. നമ്മുടെ ബിസിനസ് ചാനൽ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഓണം കുറച്ചുകൂടി സ്പെഷ്യലാകും. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഊർമിള ഉണ്ണി. നമസ്കാരം. നമസ്തേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. സുഖമായിട്ട് ഓണം കാത്തിരിക്കുകയാണ്. ഞാൻ ഈ പ്രോഗ്രാം മാമുമായിട്ട് ചെയ്യാം എന്നുള്ള പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഓടി വന്ന ടൈറ്റിൽ വശ്യഗന്ധമാണ് ഈ ഓണം എന്നാണ്. കറക്റ്റ്. എനിക്ക് ആ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പ്രേക്ഷകർ വിചാരിക്കും എന്താണ് ഈ വശ്യഗന്ധി എന്ന്. അതിനെക്കുറിച്ച് മാം തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. വശ്യഗന്ധി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ഒരു സുഗന്ധമാണ്. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ചരിത്രമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഈ പെർഫ്യൂം എൻ്റെ ഒരു മണമായി മാറി സിനിമയിൽ വന്നപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചു. എല്ലാവരും, അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് അന്നത്തെ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ റീയൂണിയന് വരെ അവർ പറഞ്ഞു ഊർമിളയുടെ മണം ഇപ്പോൾ പെർഫ്യൂമായിട്ട് ഇറങ്ങിയല്ലേ എന്ന്. അപ്പോൾ അത്രയും കൊല്ലപ്പഴക്കമുണ്ട്. എല്ലാവർക്കും, എന്നെ പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു മണമാണ് ഈ വശ്യഗന്ധിയുടെ മണം. ഇപ്പോൾ ഇത് 3 വർഷമേ ആയിട്ടുള്ളൂ ഇത് പെർഫ്യൂമായിട്ട് ഞാൻ ലോഞ്ച് ചെയ്തിട്ട്. എല്ലാവരും ചോദിച്ചിരുന്നു മലയാളത്തിൽ ഇങ്ങനൊരു പേര് പെർഫ്യൂമിന്, കൂൾ വാട്ടർ അല്ലേ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. വശ്യഗന്ധി എന്നുള്ള പേരിൽ ഒരു പെർഫ്യൂം മലയാളത്തിൽ ഇറക്കാൻ ധൈര്യം കാണിച്ചല്ലോ എന്നാണ് പറഞ്ഞത്. എന്തായാലും ആ പേര് ആപ്റ്റായിട്ട് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് പെർഫ്യൂം നന്നായിട്ട് പോകുന്നുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്ന് പറഞ്ഞു, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? പെർഫ്യൂമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇത് അടിച്ചു ചെല്ലുമ്പോഴത്തേക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എല്ലാവരും അതാണ് പറയേണ്ടത്, കേട്ട കാര്യമാണ്. കേട്ടതാണ്. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട്. സുരേഷ് ഗോപി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ സൈവർ തിരുമേനി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മരിക്കാൻ കിടക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ കട്ടിലിൻ്റെ അടുത്ത് വന്നിട്ട് സുരേഷ് ഗോപി ചോദിക്കും, അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ്, സെൻറ്റി ഡയലോഗ്. അതായത് കഴിഞ്ഞ ഉടനെ കട്ട് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളി ചോദിച്ചു, എന്ത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്, നല്ലൊരു മണമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു കുടുംബ കൂട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് തൈലമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അയ്യോ നല്ല രസമുണ്ട്, എനിക്കിത് വേണമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനിത് പുറത്ത് ആർക്കും കൊടുത്തിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു മണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട്, അന്ന് തോമാച്ചനാണ് സുരേഷ് ഗോപിയുടെ റൈറ്റ് ഹാൻഡ്, ഇപ്പം മരിച്ചു പോയിട്ട് അദ്ദേഹം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തോമാച്ചൻ്റെ കയ്യിൽ ഈ കുപ്പി, എൻ്റെ പെർഫ്യൂമിൻ്റെ കുപ്പി. അപ്പം ഞാൻ ചോദിച്ചു, തോമാച്ചൻ ഇതെങ്ങനെ? അപ്പോൾ സുരേഷ് ഗോപി അത് മേടിച്ചിട്ടുണ്ട്, ഇത് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ അതിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഇന്ന് തോമസ് വാങ്ങിച്ചു, എന്നിട്ട് സുരേഷ് ഗോപിയുടെ കൈ കൊടുത്തു, ഇത് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ നീ. അങ്ങനെ അത് ചെറിയൊരു കുപ്പി അങ്ങനെ അദ്ദേഹം കൊണ്ട്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു, ഈ തൈലം എന്നെങ്കിലും ഞാനിത് പുറത്തിറക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം സുരേഷ് ഗോപിക്ക് കൊടുക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇപ്പം ഈ വർഷമാണ് ഈ വശ്യഗന്ധിയുടെ തൈലം ഞാൻ ഒഫീഷ്യലായിട്ട് ഇറക്കിയത്. അത് സുരേഷ് ഗോപിക്ക് കൊടുത്തുകൊണ്ടാണ്. ഇതിപ്പോ കുടുംബക്കൂട്ടാണെന്ന് പറഞ്ഞു, അതായത് കുടുംബ പാരമ്പര്യമായിട്ട് വന്നതാണെന്ന്. അതിന്റെ ഒരു ചരിത്രം എങ്ങനെയാണ്? എൻ്റെ അമ്മയുടെ അച്ഛൻ, മുത്തശ്ശൻ, അതായത് അപ്പൂപ്പൻ ലക്ഷ്മീപുരം കൊട്ടാരത്തിലാണ്. അദ്ദേഹം എൻ്റെ അമ്മുമ്മയെ കണ്ടിട്ട്, അതായത് കോയിക്കൽ കൊട്ടാരത്തിലെ ഉമാപ്രഭ തമ്പുരാട്ടി അമ്മുമ്മയെ കണ്ടിട്ട് വളരെ സുന്ദരിയായിരുന്നു എന്നും അവർക്കത് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഈ ഒരു തൈലം, നല്ല മണമുള്ള ഒരു സുഗന്ധത്തിൻ്റെ ഒരു കുപ്പി കൊടുത്തു എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള കഥ. അപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ആ മണം അവർ എല്ലാവരും കൈമാറി എൻ്റെ അമ്മയുടെ കയ്യിലെത്തി. അമ്മ അത് എനിക്ക് തന്നു, ഞാനത് ഉത്തരയ്ക്ക് കൊടുത്തു. നീ ഉത്തരയുടെ മകളെ ധീമഹി വരെ അതിൻ്റെ അങ്ങനെ പോകണം. അതിനെക്കുറിച്ച് ഒരു കവിത ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്, അതിൻ്റെ 2 വരി നമുക്ക് വേണ്ടിയിട്ട്. ഒരുപാട് ചാനലുകളിലും പല സ്ഥലങ്ങളിലും വേദികളിലും ഇരുന്ന് ചൊല്ലി ആൾക്കാരെ ഓരോ തവണ കേൾക്കുമ്പോഴും സുഗന്ധപൂരിതമാകട്ടെ. അപ്പോൾ കോയിക്കൽ കൊട്ടാരം എന്നാണ് തിരുവല്ലയിലെ ഞങ്ങളുടെ കൊട്ടാരത്തിൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ സുന്ദരിയായ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ ഇത് കൊടുക്കുന്നതായിട്ടാണ് തുടക്കം മാത്രമേ ഞാൻ ചൊല്ലുന്നുള്ളൂ. കോയിക്കൽ കൊട്ടാരം
തന്നിലേ സുന്ദരി പൂർണേന്ദു പോൽ മുഖകാന്തി രാജകീയ പ്രൗഢി ശംഖിനി പത്മിനി മാരേ വെല്ലും രൂപഭംഗി ആരുമേ കണ്ടാൽ കൊതിക്കും മദാലസയായിരുന്ന തമ്പുരാട്ടി നാടാകെ ചുറ്റി പറന്നു നടക്കുന്ന ദേശാടന കിളി പോലെ ആ വഴി വന്നൊരു തമ്പുരാൻ സുന്ദരിയാളെ ഒരു ദിനം കണ്ടു ആദ്യത്തെ നോട്ടത്തിൽ ആ ഹൃദയത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു സ്നേഹോപഹാരങ്ങളേകി അവളുടെ മാറിൽ മണിമാല ചാർത്തി. അങ്ങനെ കവിത അങ്ങ് നീണ്ടുപോവാണ്. അപ്പൊ ഈ കവിത മാം എഴുതിയതാണ്? അതെ, എൻ്റെ കവിതയാണ്. ഇപ്പം മറ്റു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഒരുപാട് തലമുറ മാറി മാറി വന്നു, പക്ഷെ ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കുർമിള മാമാണ്. അതുപോലെ തന്നെ ഇപ്പം സെലിബ്രിറ്റി ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് പല പല ബിസിനസ്സുകളുമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ കൈവെക്കാത്തൊരു മേഖലയാണിത്. എന്താണ് അതിനുള്ളൊരു പ്രചോദനം, അല്ലെങ്കിൽ എപ്പോഴാണ് ഇങ്ങനെ ഒരു തോട്ട് കിട്ടിയത് നമുക്ക് തുടങ്ങാം? ഞാൻ ഭയങ്കര ക്രേസിയാണ് പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ, സാരിയുടെ കാര്യത്തിലൊക്കെ. നല്ല എല്ലാം കൊണ്ട് സ്ത്രീയാണ്. എല്ലാം ഈ ആഭരണങ്ങളും ഈ സുഗന്ധങ്ങളും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും പെർഫ്യൂം ഇട്ടിട്ട് പോയിരുന്ന ആളാണ് ഞാൻ. വില കുറഞ്ഞ ചീപ്പ് സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ വീട്ടിലുണ്ടാകുന്നത്. അതൊക്കെ തേച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പോൾ ഇപ്പോഴും 10ാം ക്ലാസ്സിൽ റീയൂണിയനിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് ഊർമിളയുടെ ആ പഴയ മണം എന്നൊക്കെ പറയും. അപ്പോൾ അതിങ്ങനെ ഇഷ്ടപ്പെട്ട് ഒരിക്കൽ ഞാൻ സിനിമയിൽ വന്ന ശേഷം എയർപോർട്ടിൽ കൂടെ, ബോംബെ എയർപോർട്ടിലാണെന്ന് തോന്നുന്നു, പോകുമ്പോൾ അമിതാഭ് ബച്ചൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം കണ്ടു. അമിതാഭ് ബച്ചൻ. അപ്പൊ ഞാൻ സിനിമ തുടങ്ങിയ കാലമാണ്. ഞാൻ വിചാരിച്ചു അമിതാഭ് ബച്ചന്റെ പേരിൽ ഒരു പെർഫ്യൂം ഇറങ്ങി, എന്റെ പേരിൽ ഒരു പെർഫ്യൂം വന്നിരുന്നു. ഞാൻ അങ്ങ് ആഗ്രഹിച്ചു പോയി. അന്ന് മുതൽ ഞാൻ തുടങ്ങി, എന്നെങ്കിലും ഞാനൊരു പെർഫ്യൂം തുടങ്ങും, എൻ്റെ പേരിൽ തുടങ്ങണം എന്ന് വിചാരിച്ചു. അങ്ങനെ ആഗ്രഹിച്ച് ഈ അടുത്ത കാലത്ത് ഒരു 2022 കോവിഡിന് ശേഷം 22 എൻ്റെ പിറന്നാളിൻ്റെ അന്ന് എൻ്റെ മകളും മരുമകനും കൂടെ എനിക്ക് സമ്മാനിച്ചതാണ് ഈ ബിസിനസ്. ഈ വശ്യഗന്ധി നമ്മുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന്റെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? എവിടെയാണ് ഫാക്ടറി, എന്താണ് ഇതിന്റെ കൂട്ടുകൾ, കാര്യങ്ങൾ? ഫുൾ ഡീറ്റെയിൽസ് പറയില്ല, അത് പറഞ്ഞു തരില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ആഗ്രഹപ്രകാരം എൻ്റെ ഒരു പരിചയവുമില്ലാത്ത ഒരു വ്യക്തിയാണ് എനിക്കിത് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. യാതൊരു പരിചയമില്ല, വളരെ ചെറുപ്പക്കാരൻ, എൻ്റെ മോനെ പോലെയാണ് എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ അനിയനെ പോലെ എന്നോ പറയാം, ഒരു വ്യക്തിയാണ് എനിക്കിത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നത്. ഞാനിത് പലരോടും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം എൻ്റെ ഒരു മനസ്സിലൊരു മണമുണ്ട്, അതൊന്ന് ഉണ്ടാക്കി തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരാണത് ചെയ്തു തരാമെന്ന് പറയുന്നത്. തൃശ്ശൂർ അപ്പുറത്തൊരു സ്ഥലമാണ്, അവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ ഈ മണം ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ മണമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 50ഓളം കുപ്പി പലതരം അതിനോട് സാമ്യമുള്ളത് ഉണ്ടാക്കി എനിക്ക് അദ്ദേഹം അയച്ചു തന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് ഈ ഒരു മണം. ഒരെണ്ണമാണ് എനിക്ക് ഏതാണ്ട് അടുപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അപ്പൂപ്പൻ തന്ന തൈലത്തിൻ്റെ മണം കിട്ടുന്നത്. ആ മണം അവരുണ്ടാക്കി തന്നു, വളരെ ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഏതാണ്ട് ഇത് തന്നെ ഞാൻ ഉദ്ദേശിച്ച മണം എന്ന് പറഞ്ഞു. കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് സ്പ്രേ ആയിട്ട് ആദ്യത്തെ കുപ്പി എൻ്റെ കയ്യിൽ വരുന്ന ദിവസം ഞാൻ മറക്കില്ല. അത് കയ്യിൽ വന്നു. അങ്ങനെ അത് എൻ്റെ പിറന്നാളിൻ്റെ അന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം തൊട്ട് കുറേശ്ശെ ഇങ്ങനെ ഞാൻ തന്നെ എൻ്റെ ഇതിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതാ ഞാനിങ്ങനെ ഒരു പെർഫ്യൂം ഇറക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ എന്നെ ഈ നമ്പറിൽ വിളിക്കണം എന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ ഇട്ട്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ നമ്പറല്ല കൊടുത്തത്, ഹസ്ബൻഡിൻ്റെ നമ്പർ. അപ്പോൾ പുള്ളിയുടെ ഫോണിലേക്ക് ഇതിൻ്റെ കോള് വരും, വാട്സപ്പിൽ ഹായ് ഞങ്ങൾക്ക് വശ്യഗന്ധി പെർഫ്യൂം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് പറയുമ്പോൾ നിങ്ങൾ പൈസ അയക്കൂ, അതിൻ്റെ നിങ്ങളുടെ അഡ്രസ്സ് അയക്കൂ എന്നൊക്കെ പറയുമ്പോൾ ആ സ്ക്രീൻഷോട്ടിൽ എല്ലാം കണ്ട് നമ്മളിത് കൊറിയർ ചെയ്ത് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു കൊറിയർ കമ്പനിയുമായിട്ട് ടൈപ്പായി.
അപ്പോൾ അവർക്കും സന്തോഷമായി. അവർ നല്ല വേണ്ട പോലെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇതിന് നല്ല കവറും ഇതൊക്കെ വേണമല്ലോ. ആദ്യമൊക്കെ ഭയങ്കര കടലാസിലൊക്കെ പൊതിഞ്ഞ് ബബിൾ റാപ്പൊക്കെ ചെയ്തൊരു ഭംഗിയില്ലാത്ത പാക്കറ്റൊക്കെ ആയിരുന്നു. അതൊക്കെ മാറ്റി ഞാൻ നല്ല അടിപൊളി കവറുണ്ടാക്കി. നല്ല വുഡൻ ബോക്സ് പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ, ആഭരണപ്പെട്ടി പോലെ ഇരിക്കും പെർഫ്യൂമിൻ്റെ ബോക്സ് കണ്ട. അതൊരു ഇന്ത്യൻ ആണല്ലോ, കാരണം ഫോറിൻ പെർഫ്യൂം അല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഇന്ത്യനൈസ് ചെയ്യണം കവറ് പോലും. അങ്ങനെ ആ ബോക്സിനകത്ത് അത് ഞാൻ വേറൊരു ആളുമായിട്ട് സംസാരിച്ച് ബോക്സ് കണ്ടുപിടിച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്ത് അത് ഓക്കെ ആക്കി. അന്നൊക്കെ ഒരു ദിവസം 1ഉം 2ഉം ഒക്കെ അങ്ങനെ ഓരോ ആവശ്യക്കാരയക്കുമ്പോൾ നമ്മളത് കൊറിയർ ചെയ്ത് അയച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പം അത് വളരെ അതിനേക്കാളൊക്കെ എണ്ണം കൂടി. എനിക്ക് സന്തോഷമായി. ഒരു 3 വർഷം കൊണ്ട് ഇപ്പോഴാണ് വശ്യഗന്ധി നന്നായിട്ടൊന്ന് പച്ചപിടിച്ചെന്നുള്ളത്. ഈ പെർഫ്യൂമിനെ കുറിച്ച് പറഞ്ഞ് 50ഓളം കൂട്ടുകൾ അദ്ദേഹത്തെ കൊണ്ട് ഉണ്ടാക്കിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ വീടെന്തായാലും വശ്യഗന്ധമാണ്, വശ്യഗന്ധമായ സുഗന്ധം പരത്തുകയാണ്. അപ്പൊ പക്ഷെ കുട്ടിക്കാലത്തും ഇതുപോലെ സുഗന്ധം പരത്തുന്ന, പൂക്കളുടെ സുഗന്ധം പരത്തുന്ന ഓണക്കാലം, അതുപോലെ ഒരു ഓണക്കാലത്ത് നമ്മളിപ്പോൾ ഇരിക്കുന്നു. കുട്ടിക്കാലത്തെ കൊട്ടാരത്തിലെ ഓണത്തിന്റെ ഓർമ്മകൾ. പഴയ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ പൂക്കളാണ് പൂക്കളത്തിലുണ്ടാവുക. കാരണം ഇപ്പോഴൊക്കെ ഈ മൂസാണ്ടരയും അല്ലേ, ജമന്തിയാണ് എപ്പോഴും അതിന്റെ മെയിൻ. അന്നൊന്നും ഈ ജമന്തി പൂക്കളൊക്കെ വളരെ അപൂർവം കണ്ടു. ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം ഉപയോഗിക്കുന്നത് പൂക്കളം എന്ന് പറഞ്ഞാൽ തന്നെ ജമന്തി പൂക്കളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ എന്റെ കുട്ടിക്കാലത്തൊന്നും പൂക്കളത്തിൽ ജമന്തി ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒരു പൂവും വന്നിട്ടില്ല. വീട്ടിന്റെ ഉമ്മറത്തുള്ള പൂവ് എടുത്തിടുക എന്നല്ലാതെ വില കൊടുത്ത് പൂ വാങ്ങിക്കലൊന്നും ഒരിടത്തും പതിവില്ല. അപ്പൊ ആ കൃഷ്ണകിരീടം എന്ന് പറഞ്ഞിട്ടൊരു ഇങ്ങനെ ഒരു ഷേപ്പിലൊരു പൂവുണ്ട്. എന്ത് രസമാണ്, കാട്ടുചെടിയാ അത് കാണാൻ. നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ? വയലറ്റ് കളറാണോ? അല്ല, റെഡ് ചെത്തിപ്പൂ പോലെ ഇരിക്കും. ഏതാണ്ട് കുറച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കണതാണ്. നല്ല ചുവന്ന ചെത്തിപ്പൂവാണ് അന്നുള്ളത്. ഈ പിങ്കും മഞ്ഞയും ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു ചെത്തിപ്പൂക്കള്. അപ്പോൾ ചുമന്ന ചെത്തിപ്പൂക്കൾ ഉണ്ടാവും. ഈ കൃഷ്ണകിരീടം ചുമപ്പ് ഉണ്ടാവും. പിന്നെ പച്ച ഇലകൾ ഞങ്ങൾ ഇങ്ങനെ മുറിച്ചും അല്ലെങ്കിൽ ഇലയായിട്ടും ഒക്കെ വെക്കുമായിരുന്നു. പിന്നെ മഞ്ഞ കോളാമ്പി പൂവ് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പിന്നെ തുമ്പപ്പൂവ് വെള്ള, ശ്രീപാർവതിയുടെ പാദം എന്നാണ് പറയുക. ആ വെള്ള തുമ്പപ്പൂക്കൾ ഇങ്ങനെ അത് അരിയിട്ട പോലെ ഇരിക്കും, ചോറ് വെതറിയ പോലെ. അതൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലെ പൂക്കൾ എന്ന് പറയുന്നത്. പിന്നെ നടുവിൽ തൃക്കാക്കരപ്പൻ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലാണ് ഈ കൃഷ്ണകിരീട പൂക്കളുടെ ഇത് കണ്ടിട്ടുണ്ടാവും പടത്തിലൊക്കെ. അങ്ങനെയുള്ള ഒരു പൂക്കളവും. പിന്നെ ഓണക്കോടി എന്നൊക്കെ പറയാൻ ഈ പറഞ്ഞ പോലെ കൊല്ലത്തിലൊരിക്കലാണ് ഒരു ഡ്രസ്സ് കിട്ടുക. അതും ആദ്യമൊക്കെ ഒരു മുണ്ട്, അത് ബ്ലൗസ് ഇടുന്ന, അതായത് കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ മുണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് വലിയ കുട്ടിയാകുമ്പോഴാണ് ഒരു ബ്ലൗസും കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ അങ്ങ് 10ാം ക്ലാസ് വരെ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു പാവാടയും ബ്ലൗസും അല്ലെങ്കിൽ ഒരു ഉടുപ്പ്, അത്രേ ഉള്ളായിരുന്നു. ഇപ്പോഴല്ലേ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തുടങ്ങും സെയിലും. തിരുവോണം ആകുമ്പോഴത്തേക്ക്, അന്ന് തിരുവോണത്തിനാണ് നമുക്ക് പുതിയ ഉടുപ്പ് കിട്ടുന്നത്. അതെ, ഒറ്റ ഉടുപ്പേ കിട്ടുള്ളൂ. പാചകം ചെയ്യാൻ എങ്ങനെയാ? പാചകം കുഴപ്പമില്ല. ഇത്രയും കലയൊക്കെ ഉള്ള സ്ഥിതിക്ക് അതും തിരക്കേടില്ലാതെ പോകും. ഇനിയിപ്പം പെർഫ്യൂമിനെ കുറിച്ച് തന്നെ ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പം നമുക്ക് എല്ലാവർക്കും എന്തിനാണെങ്കിലും തലസ്ഥാനങ്ങളുണ്ട് അല്ലേ? അപ്പം പെർഫ്യൂമിന്റെ ക്യാപിറ്റൽ ഇന്ത്യയിൽ കനൗജ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കനൗജ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഫാക്ടറികളും. അതിനെയാണ് പെർഫ്യൂമിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തന്നെ. പോയിട്ടുണ്ടോ അവിടെ? ഇല്ല, ഞാൻ പോയിട്ടില്ല. പോകണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. ഇനി നമുക്ക് സിനിമയിലെ കുറച്ച് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, മാറാട്ടം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു നല്ലൊരു ഗ്യാപ്പ് ഉത്സവപ്പിറ്റേന്ന് കഴിഞ്ഞിട്ടാണ് അടുത്തടുത്താ ചെയ്തത്. അതിനുശേഷമാണ് സുഭദ്ര തമ്പുരാട്ടി എന്ന് പറയുന്ന ഗംഭീര റോളിലേക്ക് വന്നത്. എങ്ങനെയായിരുന്നു അതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടത്? സർഗത്തിൽ വരുന്നത് യൂസഫ് അലി കേച്ചേരി എൻ്റെ വീട്ടിൽ വരുമായിരുന്നു ഇടയ്ക്കൊക്കെ, ഇതിനു വേണ്ടി തന്നെ. അപ്പോൾ ഇങ്ങനെ ഹരിഹരൻ സാർ അന്വേഷിക്കുന്നുണ്ട്, അതിലൊരു അമ്മത്തമ്പരാട്ടിയുടെ ക്യാരക്ടറുണ്ട്, ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിനി സിനിമ തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. മാറാട്ടം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ 4 വർഷമായി, ഞാനിനി ഒന്നിലും അഭിനയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഡാൻസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു ഇത് നല്ല ക്യാരക്ടറാണ്, സാറിന് ഹരിഹരൻ സാറിനെ ഒന്ന് കണ്ടു നോക്കൂ, സംസാരിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഗംഭീരമായിട്ടുള്ള കഥാപാത്രമാണെന്നുള്ളതെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ നിർബന്ധിതയായിട്ട് യൂസഫ് അലി കേച്ചേരി സാറിൻ്റെ കൂടെ കാറിൽ കയറി ഗുരുവായൂർ പോയി ഹരിഹരൻ സാറിനെ കാണുകയാണ്. സാറ് കണ്ട ഉടനെ തന്നെ ഫിക്സ് ചെയ്തു, സർഗത്തിലെ സുഭദ്ര തമ്പുരാട്ടിയായിട്ടാണ് അഭിനയിക്കേണ്ടതെന്ന് പറയുന്നു. ഞാൻ തിരിച്ചു പോകുന്നു. ഈശ്വര, അതൊരു തുടക്കമായിരുന്നു. അപ്പോഴും
കുറേ പേര് സപ്പോർട്ട് ചെയ്തവരുണ്ട്, കുറേ പേര് നിരുത്സാഹപ്പെടുത്തിയവരുണ്ട്. അന്ന് അന്നത്തെ ചെറുപ്രായല്ലേ. കാലത്തും അതുപോലെ തന്നെ സിനിമയിലൊക്കെ പോയി അഭിനയിക്കുന്നതിനോടൊരു അതെ, എതിർപ്പ് അല്ലേ? പ്രത്യേകിച്ച് പ്രത്യേകിച്ചും കോവിലകത്തുള്ള ഒരാളാണ്. കോവിലങ്ങളിലൊന്നും അതൊന്നും അലൗഡ് അല്ല. പിന്നെ എങ്ങനെ അതിനൊക്കെ ഒന്നും തരണം പറയണ്ട. ചെയ്തു? എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ട് തന്നെ എല്ലാത്തിനും. ആ. പറയേണ്ടതൊന്നും പറ്റില്ല. അദ്ദേഹം അഭിനയിച്ചോളൂ, അതിനെന്താ, തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛൻ നല്ല കലാകാരനാണ്. എനിക്ക് ഏത് ഇൻ്റർവ്യൂവിലും അച്ഛനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അച്ഛൻ നന്നായി പാടും, ഒട്ട് വായിക്കും, വീണ വായിക്കും, മൃദംഗം വായിക്കും, എല്ലാം അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ വരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ഒരു കഴിവാണ് മകൾക്ക്. സത്യം. അയ്യോ, എൻ്റെ ഒരു അംശം അത്രേ ഉള്ളൂ. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത്, ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാം, ഷൂട്ടിങ്ങിന് ഞാൻ കൂടെ വരാം. എന്നിട്ട് അച്ഛനും അമ്മയും കൂടിയിട്ടാണ് എൻ്റെ ഒപ്പം വന്നത്. അന്ന് അത് കല്യാണം കഴിഞ്ഞ കാലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കല്യാണം കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വരുന്ന ഒരാൾ ഞാനായിരുന്നു അന്ന്. ആരുമില്ലായിരുന്നു, എല്ലാവരും കഴിഞ്ഞ് നിർത്തി പോകുന്ന കാലമായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ തന്നെ ഭയങ്കര റിസ്ക് അല്ലേ? ആരും വിടില്ല. അതെ, വിടുകയില്ല. ഹസ്ബൻഡ് വിട്ടു. ഞങ്ങളെല്ലാവരും കൂടെ ഷൂട്ടിംഗ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആ പടം സൂപ്പർ ഹിറ്റായി മാറി. അതൊന്ന് 3 മാസം 90 ദിവസം മറ്റാണ് ആ പടം ഓടിയത്. 100-ാം ദിവസം ആഘോഷിച്ചു. അതിന്റെ തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ 100-ാം ദിവസത്തിന്റെ ആഘോഷം. അന്ന് ഈ വെല്ലുവിളിച്ചവരെയൊക്കെ ഞാൻ വിളിച്ചിരുന്നു, ഇൻവൈറ്റ് വരൂ, കാണാം, വെറുതെ ഒന്ന് കണ്ടോളൂ, ഞാൻ അവാർഡ് വാങ്ങിക്കുന്നത് ഒന്ന് കാണണമെന്ന് എനിക്കൊരാഗ്രഹം. അങ്ങനെ തോന്നി. അവിടുന്ന് പിന്നെ ഒരു യാത്രയായിരുന്നു. 10 വർഷത്തോളം നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് 10 വർഷം കൊണ്ട് 10 സിനിമ, അത്രയേ ഉള്ളൂ. ഒരു വർഷത്തിൽ ഒറ്റ സിനിമയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നല്ല നല്ല ഡയറക്ടേഴ്സ്, അതായത് ഹരിഹരൻ സാറ്, സത്യനന്ദിക്കാടിൻ്റെ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, ലെനിൻ സാറിൻ്റെ മഴ, ചന്ദ്രേട്ടൻ്റെ TV ചന്ദ്രൻ്റെ ഏതാണ് സൂസന്ന, അങ്ങനെ നല്ല വലിയ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം. ആദ്യം അരവിന്ദനാണ്, അരവിന്ദൻ്റെ മാറാട്ട്, അങ്ങനെ എല്ലാ നല്ല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത്. അതിനുശേഷമാണ് ഞാൻ സീരിയലിലേക്ക് വരുന്നത്. 2000-ൊക്കെയാണ് സീരിയലിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മലയാളികൾക്ക് അറ്റാച്ച്. അതെ, അത് ടിവിയിൽ വരുമ്പോൾ കുടുംബ പ്രേക്ഷകർ ഒരുപാടായി അല്ലേ? ഈ ഇപ്പൊ സിനിമകളിൽ എടുത്തു കഴിഞ്ഞാൽ സുഭദ്ര തമ്പുരാട്ടി തന്നെയാണോ ഏറ്റവും പ്രിയപ്പെട്ട വേഷം? പ്രിയപ്പെട്ട വേഷം അത് തന്നെയാണ്, എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് തന്നെ. പക്ഷെ ഓജോബോർഡ് മറക്കാൻ പറ്റില്ല. അതെ, ആ ക്യാരക്ടറും നല്ലതായിരുന്നു. സീരിയലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ നിന്നും പെട്ടെന്ന് സീരിയലിലേക്ക് വരുന്നു, കുടുംബ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടമാകുന്നു. സിനിമയിലും സീരിയല് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയാതിരിക്കാൻ പറ്റില്ല, നിഴലുകൾ. ഷാജി എമ്മിന്റെ നിഴലുകൾ എന്ന് പറഞ്ഞാൽ അതാണ് സൂപ്പർ ഹിറ്റായിരുന്നു അക്കാലത്ത്. ചലഞ്ചായിരുന്നു ക്യാരക്ടർ, നല്ല ക്യാരക്ടറായിരുന്നു. ഒരു ഡാൻസർ ആയിരുന്ന ഒരു ലേഡിയാണ്, പക്ഷെ ഡാൻസ് ആയിട്ടൊന്നും കളിക്കുന്നില്ല. പക്ഷെ അതിൽ കുറച്ച് ദുരൂഹതയൊക്കെയുള്ള ഒരു പേടിപ്പിക്കുന്നതും ഒക്കെ ആയ ഒരു സീരിയലായിരുന്നു നിഴലുകൾ. നല്ല ഈ സിനിമയിൽ നിന്ന് വലിയൊരു ഗ്യാപ്പ് വന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് എടുത്ത് പറയേണ്ടത്, ഇപ്പോഴത്തെ സിനിമകളിൽ കുടുംബ ബന്ധങ്ങളില്ല. അതായത് ഫാമിലി, അതെ, സിനിമകളിൽ ഫാമിലി അച്ഛനമ്മയൊന്നും ഇല്ല. ഒരുപക്ഷെ ഭാര്യയായും അല്ലെങ്കിൽ അമ്മയായും ഒക്കെ ഉള്ള വേഷങ്ങളിലാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു ഗ്യാപ്പും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയിൽ നിന്ന് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഇപ്പോഴത്തെ കഥയുടെ ഒരു പ്രശ്നങ്ങൾ കൂടി കൊണ്ടാണ്. എങ്ങനെ വിലയിരുത്തുന്നതിനെ? ഇപ്പം അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. കാരണം കാലത്തിനനുസരിച്ച് എല്ലാത്തിനും മാറ്റം വരും. നമ്മളൊക്കെ ഡ്രസ്സിങ്ങിന് വരെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളുടെ മനോഭാവം വരെ മാറി തുടങ്ങിയിട്ടുണ്ട് പലർക്കും. അതൊക്കെ മാറ്റം വരും. ജീവിത സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെ മാറ്റിക്കളയും. അതുകൊണ്ട് സിനിമയും മാറിയിട്ടുണ്ട്. മോഡേൺ സിനിമകളിൽ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇല്ല. എനിക്കാണെങ്കിൽ ബന്ധങ്ങൾക്ക് ഉള്ളു പ്രാധാന്യം. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതുന്ന വാചകങ്ങൾ മുഴുവനും ബന്ധങ്ങളെക്കുറിച്ചാണ്, എൻ്റെ സ്വന്തം സെൻറ്റൻസുകൾ എഴുതുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുക, എന്തിനാ എപ്പോഴും വേറൊന്നും എഴുതാനില്ല? ഇല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബന്ധങ്ങൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതാണ് എഴുതാറുള്ളത്. അപ്പോൾ സിനിമ, മോഡേൺ സിനിമ എന്ന് പറഞ്ഞാൽ ഇതിൽ അച്ഛനില്ല, അമ്മയില്ല, ഒക്കെ സുഹൃത്തുക്കളാണ് അല്ലേ, ഫ്രണ്ട്സാണ് കഥ കൊണ്ടുപോകുന്ന തന്നെ. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടം ഇപ്പോഴത്തെ സിനിമകൾ. കഴിയുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലായാലും OTT ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എനിക്കിഷ്ടമാണ്, മോഡേൺ സിനിമ ഇഷ്ടമാണ്, ഞാനത് ആസ്വദിക്കുന്ന ആളാണ്. എൻ്റെ മകള് നല്ലപോലെ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഉത്തരം എന്നെ കാണിച്ചു തരും, അമ്മ ഇത് നല്ല പടമാണ്, ഇത് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വീട്ടിൽ ഞങ്ങൾ TV-യിൽ സിനിമയിട്ട് കാണുന്നൊരു സ്വഭാവമുണ്ട്. പക്ഷേ പഴയ സിനിമകളെന്ന് പറഞ്ഞാൽ അയ്യോ, അത് വശ്യഗന്ധി പോലെ സുഗന്ധപൂരിത, എന്താ പറയുക, വാഴവേമായ എന്ന് പറഞ്ഞ പഴയ സിനിമ, സത്യനും ഷീല അഭിനയിച്ചത്. ഇന്നും ഞാൻ കരയും കണ്ട. അത് വെറുതെ TV-യിലൊന്ന് കണ്ടാൽ മതി, ഞാൻ കരയും, എന്തായാലും ഞാൻ കരയും.
പിന്നെ നമുക്ക് കിരീടം കിരീടം കണ്ടാ കരയാതിരിക്കാൻ പറ്റുമോ? തനിയാവർത്തനം മമ്മൂക്കയുടെ കരയാതിരിക്കാൻ പറ്റുമോ? ഒക്കെ അവസാനമാകുമ്പോഴത്തേക്ക് എന്തൊരു ടച്ചിങ്. അങ്ങനെ സിനിമ ഉണ്ടാക്കിയവർക്ക് നമോഭാഗം. അത്രയൊന്നും ഇപ്പോഴത്തെ സിനിമ ഇതാ ഇങ്ങനെ കാണുന്നു, നമ്മൾ മറക്കുന്നു, പിറ്റേ ദിവസത്തേക്ക് മറന്നു പോകും. ഇന്നലെ കണ്ട സിനിമയുടെ പേരെന്തായിരുന്നു? അങ്ങനെയാണ്. പക്ഷെ പഴയ സിനിമകൾ അങ്ങനെയല്ല. നമ്മുടെ മനസ്സിൽ എന്തുമാത്രം, എന്തിനും തമാശ പോലും തെന്മാവിൻ കൊമ്പത്ത് എത്ര തവണ കണ്ടതാ, മണിച്ചിത്ര താഴെ കണ്ടിരുന്നാൽ നമ്മൾ നോക്കിയിരുന്നു പോകും. അത് നമുക്കറിയാം അടുത്ത സീൻ ഏതാന്ന്. പക്ഷെ നമുക്ക് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് പോകും അതിലങ്ങ്. പിന്നെയും തമാശ ചിരിച്ചോണ്ട് അതിൻ്റെ മുമ്പിലിരിക്കും. സത്യം സത്യം സത്യം. ഇനി നമ്മൾ പെർഫ്യൂമിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, കാരണം ഇടയ്ക്കിടയ്ക്ക് പെർഫ്യൂമിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ കാരണം തന്നെ ഇതൊരു ബിസിനസ് ചാനലായോണ്ട്. ബിസിനസ് ചാനൽ മാത്രമല്ല, അടുത്തിരിക്കുന്ന ആളും ഈ പറഞ്ഞ പോലെ പെർഫ്യൂം പൂശി വന്നിരിക്കുന്നോണ്ട് ആ മണമാണ് ഇവിടെ മുഴുവനും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പെർഫ്യൂമിനെ കുറിച്ച് കൂടി ചോദിക്കാം. ഞാൻ കേട്ടിട്ടുണ്ട് ഈ പെർഫ്യൂമേ ഗൾഫ് കൺട്രീസിലല്ലേ കൂടുതൽ? അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ പെർഫ്യൂം കമ്പനികളുള്ളതും പിന്നെ ഉപയോഗിക്കുന്നതും. ഫ്രാൻസിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഉപയോഗിക്കുന്നത്. നമ്മൾ വിചാരിക്കും ദുബായ്ക്കാരാണ്. അല്ല, അതാണ് രേഖകളിൽ അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വില കൂടിയ പെർഫ്യൂംസ് ഇറങ്ങുന്നതും ഫ്രാൻസിലാണ്. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് പെർഫ്യൂമിൽ തന്നെ ഊത് എന്ന് കേട്ടിട്ടുണ്ട്. ഊത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയാമോ? ഊത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ വുഡ് എന്നേ അർത്ഥമുള്ളൂ. അതായത് ഈശ്വരന്മാരുടെ മരമാണ്, ദൈവങ്ങളുടെ മരം ആണ്. അത്രയും മണമാണല്ലോ അതിന് ഊത് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ഊത് എന്നുള്ള വാക്ക്. അത് പേർഷ്യനാണ്, വുഡ് എന്നാണ് ഇംഗ്ലീഷിൽ. പിന്നെ കസ്തൂരിമാന്റെ ഒരു അതിന്റെ സുഗന്ധം അതാണ് കസ്തൂരി. സാക്ഷാൽ കസ്തൂരി മണം എന്ന് പറയുമല്ലോ, കസ്തൂരി മണക്കുന്നല്ലോ. അതൊക്കെ ഇറങ്ങിയത് ആ കസ്തൂരി എന്നുള്ള മണം കസ്തൂരി മാനിന്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നതാണ്. ഇപ്പൊ പറഞ്ഞു ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കവിതകൾ എഴുതിയിടാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു ബുക്ക് ഓൺലൈനിൽ ഞാൻ കണ്ടിരുന്നു, സിനിമയുമായിട്ട് കണക്ട് ചെയ്ത്. ഞാനൊരു 6 പുസ്തകത്തോളം എഴുതിയിട്ടുണ്ട്. അത് മുഴുവനും പലതാണ്. കവിതകൾ ആദ്യം ഇറക്കിയ പാഞ്ചാലിക, പിന്നെ ഞാൻ അനുഭവക്കുറിപ്പുകൾ ഇറക്കിയിരുന്നു, മാതൃഭൂമി പബ്ലിഷ് ചെയ്തത്. അത് ഒരു ചിമിഴ് മനസ്സ്, പിന്നെ സിനിമയെക്കുറിച്ച് 2 പുസ്തകങ്ങൾ, പിന്നെ ഗണപതിയെക്കുറിച്ചൊരു പുസ്തകം. ഈ അനുഭവക്കുറിപ്പുകൾ ഇപ്പം വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ഒരു പുസ്തകം ആക്കണം എന്ന പ്ലാനിൽ. ഒരു ബോട്ടിൽ എങ്ങനെയാണ് അതിന്റെ ബോട്ടിലും ബാക്കിയുള്ള വിലയും കാര്യങ്ങളും? 100 ml ആണ് ഒരു ബോട്ടില്. 1000 സ്പ്രേ കിട്ടും കേട്ടോ 100 ml. അതുവരെ ഞാൻ കണക്ക് പറഞ്ഞുതരാം. നമ്മളെ ഇതാക്കിയാൽ മതി. ആ താഴെ കാണുന്ന നമ്പറിൽ അതിന്റെ വിലയും കാര്യങ്ങളും അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അയക്കാം. വാട്സപ്പ് മാത്രമേ ഉള്ളൂ. എന്തായാലും കൊടുക്കുന്ന പൈസക്ക് വർത്താണ്. അതെ. വേറൊരു കാര്യമുള്ളത്, ഇത് 8 മണിക്കൂർ മണം നിൽക്കും ഈ പെർഫ്യൂം. പിന്നെ ഈ ഒരു പെർഫ്യൂം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് ഇതിന് വേറെ പരസ്യങ്ങളൊന്നുമില്ല. ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെല്ലാം സഹായിക്കുന്ന എൻ്റെ സിനിമാ സുഹൃത്തുക്കൾ തന്നെ. ഞാൻ കണ്ടു ഒരുപാട് പേര്. എല്ലാവർക്കും ഇത് കിട്ടുമ്പോഴത്തേക്കും അവർ നല്ല വീഡിയോസ് പറയാതെ തന്നെ എടുത്തു തരുന്ന വേറെയും ആൾക്കാരുണ്ട്. അതായത് സിനിമയിൽ അല്ലാത്തവരും. സിനിമയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി നല്ല പരസ്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അത് കൂടാതെ ഒരു പരിചയവുമില്ലാത്ത ഏതൊക്കെയോ നാടുകളിലുള്ള എൻ്റെ സഹോദരന്മാർ എത്ര നല്ല ഇതാണ് ഊർവള ഉണ്ണിയുടെ വശ്യഗന്ധി എന്ന പെർഫ്യൂം. ഞാൻ ഒന്ന് വാങ്ങിയതിന് ശേഷം 2ാമതും വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ടീച്ചറാ, ഇവർക്ക് എന്നെ അറിയുപോലുമില്ല. അവർക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ വാങ്ങുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ തുടങ്ങിയത് തന്നെ അതാണ്, വശ്യഗന്ധമാണി ഓണം എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പെർഫ്യൂം ഒന്ന് കാണാനായി. അതെ, നമുക്കത് കണ്ടാലോ? കാണാം. ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ് പാക്കറ്റ്. ഓക്കെ, പാക്കറ്റിന്റെ പുറത്ത് തന്നെ ഉണ്ട്. അതെ, ഊർമിള ഉണ്ണീസ് വശ്യഗന്ധി എന്നാണ് എൻ്റെ പേര്. വെറും വശ്യഗന്ധി അല്ല കേട്ടോ, ഊർമിള ഉണ്ണീസ് വശ്യഗന്ധി. ഇതാണ് എൻ്റെ മനോഹരമായ പാക്കിംഗ്. ഓ, നന്നായിട്ട്. ഇതാരാ ഡിസൈൻ ചെയ്ത്? ഊർമിള ഉണ്ണി ഡിസൈൻ ചെയ്തത്. അപ്പൊ എല്ലാത്തിലും നമ്മുടെ കൈയാണ്. ഇത് കണ്ടാൽ മരത്തിന്റെ പെട്ടിയാണെന്ന് തോന്നും, പക്ഷെ അല്ല, കാർഡ്ബോർഡാണ്. കാരണം മരത്തിന്റെ പെട്ടിയിൽ പെർഫ്യൂം വെക്കാൻ പാടില്ല. അത് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മരത്തിന്റെ പെട്ടിയിൽ ഒരിക്കലും പെർഫ്യൂം വെക്കാൻ പാടില്ല. മരം വലിച്ചെടുക്കും മണം. അതുകൊണ്ട് അലമാരികളിലും സൂക്ഷിക്കാൻ പാടില്ല. അലമാരികളിൽ മാത്രമേ പെർഫ്യൂം സൂക്ഷിക്കാൻ പാടുള്ളൂ, ഏത് പെർഫ്യൂം ആയാലും. ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. നിൽക്കും, മണം കൂടുതൽ നിൽക്കും. പിന്നെ ഇത് തുറക്കുമ്പോൾ തന്നെ ഞാനിതിൽ
ഒരുപാട് സ്നേഹത്തോടെ ഊർമിള ഉണ്ണി എന്ന് എഴുതി. ആ ഒരു ഇതും കൂടെ ഇതിന്റെ കൂടെ വെച്ചാണ് എല്ലാവർക്കും ഇത് വെക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ഞാനിത് കൊടുക്കുന്ന ഒരുപാട് സ്നേഹത്തോടെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടലാസ് കൈകൊണ്ട് എഴുതി, പ്രിന്റ് അല്ല, ഞാൻ കൈകൊണ്ട് എഴുതി എല്ലാ ബോക്സിലും വെക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് വശ്യഗന്ധി പെർഫ്യൂം. അത്ര നല്ല പാക്കിംഗ് ആണ്, ഇതുവരെ പൊട്ടിയ കഥകളൊന്നുമില്ല. അപ്പോൾ ഇതാണ് പെർഫ്യൂം കേട്ടോ. മോളില് വുഡാണ് അല്ലേ? അടപ്പ് അല്ല അല്ല ഇല്ല അല്ല, ഇത് ഒരു സിന്തറ്റിക് ആണ്. സിന്തറ്റിക് ആണ്. ആ, എന്നിട്ട് ഇതാ നമ്മൾ ഇത് ചിലപ്പോൾ ഒരു ബ്ലൂ കളറായിരിക്കും, ചിലപ്പോൾ ഗ്രീൻ കളറായിരിക്കും. സ്ട്രോങ് ആണ്, ഓയിൽ കണ്ടന്റ് കൂടുതലാണ്. ഓക്കെ. അത് കാരണം ഒറ്റ ഒറ്റ ഇത് അടിച്ചാൽ മതിയോ? മതി, ഒരുപാടൊന്നും അടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഇതിപ്പോ തുണിയിലടിക്കുന്നതാണ്, ഇതിൽ ഇവിടെ അടിക്കുന്നതല്ല കേട്ടോ. ശരിക്കും തുണിയിൽ അടിച്ചാൽ മതി. ശരിക്കും പെർഫ്യൂം അടിക്കുന്നത് നമ്മൾ അടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലാനേ പാടുള്ളൂ. അങ്ങനെയാ പറയുക. നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അടിക്കുമല്ലോ, അങ്ങനെ ഒന്നും അടിക്കണ്ട. ഇവിടെ അടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കയറാൻ അടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ചെല്ലുക. അല്ലാണ്ട് സ്പ്രേ നമ്മൾ സ്ട്രെയിറ്റ് അടിക്കരുതെന്നാണ് പെർഫ്യൂം പറയുന്നത്, ശാസ്ത്രം പറയുന്നത് കേട്ടോ. ഇതിലതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് വശ്യഗന്ധി. ഒരു സാൻസ്ക്രിറ്റ് ടച്ച് പോലെയുണ്ട് അല്ലേ? അത് എഴുത്ത് തന്നെ ഞാൻ അങ്ങനെ കൊടുത്തതാണ്, ആ ലിപി ആക്കിയതാണ്. അതിൽ തന്നെ ഒരു പുരാതന അതെ അതെ ഫീലുണ്ട്. ഞാൻ നാളേക്ക് ആ മണം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നാളെ തുണി നനയ്ക്കാനിടുമ്പോ ഈ സ്മെല്ല് അവിടെ തന്നെ മണം ഉണ്ടോന്ന് എന്നോട് പറയണം. നാളെ വിളിച്ചു പറയാം, ചേച്ചി പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറയണം. അടുത്തത് അതാണ് വശ്യഗന്ധി. ഇനി വശ്യഗന്ധിയുടെ തൈലത്തിനെ കുറിച്ചും കൂടെ പറയാതെ പറ്റില്ലല്ലോ അല്ലേ? ഇത് ലേറ്റസ്റ്റ് ലോഞ്ച് ആണ്. ഇത് വളരെ മനോഹരമായ ഒരു ബാഗ് ഫ്രീ ഉണ്ട് ഇതിന്റെ കൂടെ. ഞാനിത് പാക്കറ്റ് ചെയ്യാത്തതാണ്. ഇതിലും ഞാനൊരു കത്തെഴുതി വെക്കുന്നുണ്ട്. കണ്ടോ പോസ്റ്റ് കാർഡ് കണ്ടോ? പണ്ടങ്ങാണ്ട് കണ്ടതല്ലേ പോസ്റ്റ് കാർഡ്? ഈ പോസ്റ്റ് കാർഡിന്റെ പിന്നിൽ ഞാനൊരു കത്തെഴുതും. എല്ലാവർക്കും കത്തെഴുതി എൻ്റെ കൈയക്ഷരത്തിൽ തന്നെ, നിങ്ങളുടെ ഈ ഓർഡർ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു, നിങ്ങൾക്കും കുടുംബത്തിനും ഈശ്വരാനുഗ്രഹം വേണ്ടോളം ഉണ്ടാകട്ടെ, സ്നേഹപൂർവ്വം ഊർമിള, അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് തൈലം. കണ്ടോ, മനോഹരമായൊരു ബോട്ടിലാണ്. അതെനിക്ക് പരയാണ്. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കൊമ്പും കോലും ഒക്കെ ഉള്ളതുകൊണ്ട് പാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലത്തെ ബോക്സിലല്ല അത് പോകുന്നത്. ഇങ്ങനെ ഒരു ബാഗിൽ ഇത് ബബിൾ റാപ്പൊക്കെ ചെയ്താണ് ഞാൻ അയക്കുന്നത്. എന്നാലും പേടിയാണ്. ഇതും നമ്മൾ തന്നെയാണോ ഡിസൈൻ? അല്ല, ഈ കുപ്പി എനിക്ക് കിട്ടിയതാണ്. അപ്പം ഇതൊരു ലിമിറ്റഡ് എഡീഷനാണ്, കുറച്ചേ പോവുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ഇറക്കും തോന്നുന്നില്ല, കാരണം ഈ കുപ്പിയുടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും, അല്ലാണ്ടൊന്നുമല്ല. കോസ്റ്റ്ലി ആയിട്ടാണ് ആ ഓയിൽ ഇറങ്ങുന്നത്. എനിക്കത് കൊടുക്കാതെ വാങ്ങിക്കാൻ പറ്റില്ല, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ കുറച്ച് കാലത്തേക്ക് ഇത് കിട്ടുള്ളൂ. അത് ഞാൻ എടുത്ത് പറയുകയാണ്, വേണ്ടവർ വേഗം കേട്ടോ. ഇതാണ് സുരേഷ് ഗോപിക്ക് കൊടുത്ത തൈലം. ഇതിങ്ങനെ എടുത്ത് ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് തൊട്ടാൽ മതി. അപ്പോൾ ഇനി നമ്മുടെ ബിസിനസ് ചാനലായ മൈഫിൻ ടിവിയുടെ പ്രേക്ഷകരോട് മാമിന് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരെയും കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ മുഖം ഓർക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മണം നമുക്ക് ഓർമ്മ വരും. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഓർമ്മ നിങ്ങൾക്ക് അവരിൽ സൃഷ്ടിക്കാൻ കഴിയും. അതാണ് ഈ മണത്തിൻ്റെ ഒരു ഗുണം. പെർഫ്യൂം എന്ന് പറഞ്ഞാലത്തെ ഗുണം അത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കി തരും. എന്ത് മണമായാലും, എന്തിനാ വെറുതെ നമ്മൾ ഊണ് കഴിയുമ്പോൾ എന്തിനാണ് നാരങ്ങ പിഴിഞ്ഞ് കയ്യിൽ ഇതാക്കുന്നത്? കയ്യിൽ മണം പോയിട്ട് നല്ല മണം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു മണം പുരട്ടി വേറൊരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും. എന്താ അവർ കയറി വരുമ്പോൾ എന്താ നല്ല മണം. ഒന്ന് നല്ല പണ്ടത്തെ കുട്ടിക്കൂറ പൗഡർ ഇട്ടാൽ പോലും നല്ലൊരു അല്ലേ മണമായിരിക്കും. അത് എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവണം. നമുക്ക് സ്വെറ്റ്, എല്ലാ മനുഷ്യരാണ്, സ്വെറ്റ് ഇല്ലാതിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഇങ്ങനൊരു നല്ല മണം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും എല്ലാവരും പെർഫ്യൂം ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വശ്യഗന്ധിയിലേക്ക് വരും. ഊർമിള ഉണ്ണി ഈസ് ദേർ. അപ്പോൾ ഇത്രയും നേരം ഈ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ഈ ഓണക്കാലത്ത് മൈഫിൻ ടിവിയോടൊപ്പം ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ബിസിനസ്, ഒരുപാട് ഉയരങ്ങളിലെത്തി ലോകം അറിയപ്പെടട്ടെ. താങ്ക് യു ഈ ഒരു അവസരം തന്നെ.